നമസ്കാരം. ഐപ്ലസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് നോക്കാം, എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? ചോദ്യം എന്തായിരുന്നു? ദേവദത്തം എന്ന ശംഖ് ആരുടേതായിരുന്നു എന്നാണ് ചോദ്യം. ദേവദത്തം എന്ന ശംഖ്, ഓരോരുത്തർക്കും ഓരോ ശംഖും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ദേവദത്തം എന്ന ശംഖ് ആരുടേതായിരുന്നു എന്നാണ്. ഓപ്ഷൻ നോക്കിക്കേ. കൃഷ്ണൻ, ഭീമൻ, അർജുനൻ, കർണൻ, ഇങ്ങനെ 4 പേര് തന്നിട്ടുണ്ട്. അതിൽ കൃഷ്ണന്റെ ശംഖിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ പാഞ്ചജന്യമാണ്. പാഞ്ചജന്യമാണ്. കൃഷ്ണന്റെ ശംഖിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ പാഞ്ചജന്യം. അതേപോലെ ഭീമന്റെ ശംഖിന്റെ പേരാണ് പൗണ്ട്രം എന്ന് പറയുന്നത്. പൗണ്ട്രം ആയിരുന്നു ആരുടെ? ഭീമന്റെ ശംഖിന്റെ പേര്. അർജുനന്റെ ശംഖിന്റെ പേരാണ് ദേവദത്തം. അർജുനന്റെ ശംഖിന്റെ പേരെന്താണ്? ദേവദത്തം എന്നായിരുന്നു അർജുനന്റെ ശംഖിന്റെ പേര്. കർണന്റെ ആയുധമായിരുന്നു കാളപൃഷ്ഠം. ആ ശംഖല്ല, ആയുധമാണ് കാളപൃഷ്ഠം. ഓർത്തു വെച്ചേക്കണേ. കാളപൃഷ്ഠം എന്ന് പറയുന്നത് ഒരു ചാപമായിരുന്നു കേട്ടോ. കാളപൃഷ്ഠം എന്ന് പറയുന്നത് ഒരു ചാപമാണ്. കർണന്റെ ശംഖല്ല, കർണന്റെ കാളപൃഷ്ഠം എന്ന് പറയുന്ന ഒരു ആയുധമായിരുന്നു കർണന്റെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്ത ടോപ്പിക്കുകളിൽ വരുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത്രേ പറഞ്ഞു പോകാൻ പറ്റൂ. ഓരോരുത്തരുടെ ആയുധങ്ങളെ കുറിച്ചും അവരുടെ ശംഖുകളെ കുറിച്ചും എല്ലാം വ്യക്തമായി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് കൃഷ്ണന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യമാണ്. ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ട്രം. അർജുനന്റെ ശംഖിന്റെ പേരാണ് ദേവദത്തം. അതേപോലെ കർണന്റെ ചാപം ആയുധമായിരുന്നു കാളപൃഷ്ഠം എന്ന് പറയുന്ന ഒരു ചാപമായിരുന്നു, ആയുധമായിരുന്നു കർണൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വ്യാവസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? അപ്പൊ ഒരു പ്രദക്ഷിണത്തിന്റെ രീതിയാണ് വ്യാവസവ്യ പ്രദക്ഷിണം എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളതെന്നാണ് ചോദ്യം. ശിവക്ഷേത്രത്തിലെ, ശ്രീരാമക്ഷേത്രത്തിൽ, കൃഷ്ണക്ഷേത്രത്തിൽ, പരശുരാമ ക്ഷേത്രത്തിൽ, 4 ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് ശിവക്ഷേത്രത്തിലാണ് വ്യാവസവ്യ പ്രദക്ഷിണം. അതായത് ശിവക്ഷേത്രത്തിൽ പൂർണ്ണമായും പ്രദക്ഷിണം വെക്കാൻ പറ്റത്തില്ല. ഓവുചാലിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു വേണം പോകാൻ. അങ്ങനെ ആ ഓവുചാലിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന ആ ഒരു പ്രദക്ഷിണ രീതിക്കാണ് വ്യാവസവ്യ പ്രദക്ഷിണം എന്ന് പറയുന്നത്. 4 ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണ വൃത്താകൃതിയിൽ തൊഴുതു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓവുചാലിന്റെ അവിടെ തിരിഞ്ഞു പോവുക, അത് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ശിവക്ഷേത്രത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ആ പ്രദക്ഷിണം ശിവക്ഷേത്രത്തിൽ മാത്രമാണ് നടത്താറുള്ളത്. അപ്പം വ്യാവസവ്യ പ്രദക്ഷിണം ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ ശിവക്ഷേത്രത്തിലാണ്. അടുത്ത് നോക്കാം. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ കർത്താവാര്? അപ്പം ഇത്രയും വിശദമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഗീതാഗോവിന്ദന്റെ കർത്താവാരെന്ന് ചോദിച്ചാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദന്റെ കർത്താവാര്? ചോദ്യം അർത്ഥം വന്നപ്പോൾ ഗീതാഗോവിന്ദന്റെ കർത്താവാരെന്നേ അറിയുള്ളൂ. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് ഗീതാഗോവിന്ദന്റെ കർത്താവ്? ജയദേവ കവിയാണ്. ജയദേവ കവിയാണ് ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് വേറൊരു ചോദ്യം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന കൃതി ഏത്, അല്ലെങ്കിൽ ഏത് സംഗീതമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ സോപാന സംഗീതം. സാധാരണയായി സോപാന സംഗീതം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സോപാന സംഗീതത്തിന്റെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? ഗീതാഗോവിന്ദൻ എന്നാണ് സോപാന സംഗീതം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 2 ചോദ്യം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗീതാഗോവിന്ദന്റെ കർത്താവാരെ? ജയദേവനാണ്. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്നത് ഏത് കൃതിയാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകമാണ്? ജയദേവന്റെ ഗീതാഗോവിന്ദമാണ്. അങ്ങനെ 2 രീതിയിലും കണക്ട് ചെയ്ത് പഠിച്ചു പോകാം. അപ്പൊ നമ്മള് ദേവദത്തം ആരുടെയായിരുന്നു? അർജുനന്റേതാണ്. വ്യാവസവ്യം പ്രദക്ഷിണം ശിവക്ഷേത്രത്തിലാണ്. ഗീതാഗോവിന്ദന്റെ കർത്താവാരാണ്? ജയദേവ കവിയാണ്. കാളപൃഷ്ഠം എന്ന ആയുധം ഉപയോഗിക്കുന്ന ആരായിരുന്നു? കർണൻ. അതുപോലെ ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ട്രം. കൃഷ്ണന്റെ ശംഖിന്റെ പേരെന്താണ്? പാഞ്ചജന്യം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി. ഇത് ഏതു പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? ചോദ്യം നോക്കിക്കേ. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, ഇത് ഏതു പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു എന്നാണ് ചോദ്യം.
മാഘമാസം എന്ന് പറഞ്ഞാൽ ഏതു മാസമാണ്? മാഘമാസം കുംഭമാസത്തിനെയാണ് നമ്മൾ മാഘമാസം എന്ന് പറയുന്നത്. കുംഭമാസവുമായി ബന്ധപ്പെട്ട് വരുന്ന കൃഷ്ണയാം ചതുർദശി എന്ന് പറയുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ആൻസർ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ശിവരാത്രിയാണ്. മാഘമാസം എന്ന് പറഞ്ഞാൽ കുംഭമാസം. കുംഭമാസവുമായി ബന്ധപ്പെട്ട് വരുന്ന കൃഷ്ണയാം ചതുർദശി എന്തിനെ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ശിവരാത്രിക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതേപോലെ നവരാത്രി ഓപ്ഷൻ നോക്കിക്കേ, ഏതു മാസത്തിലാണ് ആഘോഷിക്കുന്നത് വെച്ചാൽ കന്നിമാസത്തിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. വിഷു മേടമാസത്തിലാണ് ആഘോഷിക്കുന്നത്. നവരാത്രി കന്നിമാസത്തിലാണ്, വിഷു മേടത്തിലാണ്. ശ്രീകൃഷ്ണ ജയന്തി എന്നാണ്? ചിങ്ങമാസത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ എന്താണ്? കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. അഷ്ടമി തിഥി വരുന്ന ദിവസം, കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന ദിവസത്തിലാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ശിവരാത്രി അപ്പോൾ എപ്പോഴാണ്? കുംഭമാസത്തിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. കുംഭമാസത്തിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പം മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഏതാണ്? ശിവരാത്രിയാണ് ആൻസർ. നവരാത്രി കന്യമാസം, വിഷു മേടമാസം, ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണ് ഉള്ളത്? ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആരുടെ രൂപമാണ്? അയ്യപ്പന്റെ രൂപമാണ്. ശബരിമലയിൽ പ്രാധാന്യം അയ്യപ്പനാണല്ലോ പ്രാധാന്യം. അപ്പം അയ്യപ്പന്റെ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത, തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? എത്ര ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 4 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 4 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ, തിരുവിതാംകൂറിന്റെ ഭരണത്തിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണ സൗകര്യത്തിനായിട്ട് 4 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ നമുക്ക് ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് പുറകെ ഇതിന്റെ ക്ലാസ്സുകൾ വിശദമായിട്ട് പഠിച്ചു വരാം. അപ്പൊ ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. 4 ഡിസ്ട്രിക്റ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏതു വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏതു വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ചെണ്ട, തകിൽ, പാണി, ഇടയ്ക്ക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ പാണി ആണ് ആൻസർ വരുന്നത്. ആൻസർ ഏതാണ്? പാണി എന്നുള്ളത് നോക്കി വെച്ചേക്കുക. പാണി മീൻസ് മരമാണ്. മരം പിഴച്ചാൽ കാണിക്കു ദോഷം എന്നാണ് അർത്ഥം വരുന്നത്. പാണി പിഴച്ചാൽ കാണിക്കു ദോഷം എന്നർത്ഥം. പാണി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരം എന്നാണ് അർത്ഥം വരുന്നത്. ചെണ്ട, എന്താണ് ചെണ്ട എന്ന് പറഞ്ഞാൽ? അസുരവാദ്യമാണ് ചെണ്ട. വാദ്യങ്ങളെ കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പുറകെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ചെണ്ട അസുരവാദ്യമാണ്. തകിൽ എന്ന് പറയുന്നത് അനവധ്യവാദ്യമാണ്. അനവധ്യവാദ്യം ഏതെന്ന് ചോദിച്ചാൽ തകിലാണ്. തകിൽ എന്ന് പറഞ്ഞാൽ അനവധ്യവാദ്യം, കെട്ടി ഉണ്ടാക്കിയ വാദ്യം എന്നാണ് അനവധ്യവാദ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കെട്ടി ഉണ്ടാക്കിയ വാദ്യം ഏത് എന്ന് ചോദിച്ചാൽ തകിലാണ്. അസുരവാദ്യം ഏതാണ്? ചെണ്ടയാണ്. പാണി പിഴച്ചാൽ കാണിക്കു ദോഷം. നമ്മുടെ ആൻസർ ഇതാണ്, പാണി എന്നാണ്. അടുത്തതാണ് ഇടയ്ക്ക. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽ വാദ്യമായും കുടൽ വാദ്യമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഇടയ്ക്ക. ഇടയ്ക്കയുടെ പ്രത്യേകത എന്താണ്? ഒരേ സമയം തന്ത്രിവാദ്യമായും കുഴൽ വാദ്യമായും പിന്നെ തുകൽ വാദ്യമായും, തന്ത്രിവാദ്യം, തുകൽ വാദ്യം, കുഴൽ വാദ്യം എന്നിങ്ങനെ ഉപയോഗിക്കുന്നത് ഏത് വാദ്യോപകരണമാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കയാണ്. ഇടയ്ക്കയുടെ പ്രത്യേകത 3 വാദ്യോപകരണങ്ങളായും, കുഴൽവാദ്യം, തന്ത്രിവാദ്യം, പിന്നെന്തായിരുന്നു പറഞ്ഞത്? അതുപോലെ കുഴൽവാദ്യം, തന്ത്രിവാദ്യം, തുകൽവാദ്യം, ഇങ്ങനെ 3 വാദ്യങ്ങളായി ഉപയോഗിക്കുന്നത് ഇടയ്ക്കയാണ്. പാണി പിഴച്ചാൽ കാണിക്ക ദോഷമാണ്. തകില അറിയാമല്ലോ, അനവധ്യവാദ്യം, കെട്ടി ഉണ്ടാക്കിയ വാദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെണ്ട അസുരവാദ്യം. ഇതാണ് വാദ്യോപകരണങ്ങൾ തന്നിരിക്കുന്നതിന്റെ ബാക്കി ഓപ്ഷന്റെ പ്രത്യേകത പറഞ്ഞത്. അടുത്തതാണ്, സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ചട്ടമ്പി സ്വാമികൾ,
തൈക്കാട് അയ്യാസ്വാമി, ശ്രീനാരായണ ഗുരു, വേദബിന്ദു. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇവരെ കുറിച്ച് നമുക്ക് പുറകെ പഠിച്ചു വരാം. അടുത്ത ചോദ്യം, പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ആൻസർ ശങ്കര ഭഗവത് പാദർ ആണ്. പ്രപഞ്ചസാരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്, തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ശങ്കര ഭഗവത് പാദർ ആണ് ആൻസർ വരുന്നത്. പ്രപഞ്ചസാരം എഴുതിയത് ശങ്കര ഭഗവത് പാദർ. അടുത്ത, ക്ഷേത്രഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ക്ഷേത്രഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻ ശിരസ്, ഉദരം, ഹസ്തം, പാദമായിട്ടുണ്ട്. അപ്പം ഇവിടെ ആൻസർ പാദമാണ്. ഗോപുരം പാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രഗോപുരം ദേവന്റെ പാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ ശിരസ് എന്താണ്? ശ്രീകോവിലായി കണക്കാക്കപ്പെടുന്നു. ശിരസ് ശ്രീകോവിലാണ്. അതേപോലെ ഉദരം ഗർഭഗൃഹമായി വരുന്നു. ഉദരഭാഗം ഗർഭഗൃഹമായി വരുന്നുണ്ട്. ഹസ്തം എന്താണ്? 4 തൂണുകളാണ് ഹസ്തമായി വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വിശദമായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയുമാണ് 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത്. ഇതിന്റെ വിശദീകരണ ക്ലാസ്സുകളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.